കേരള സ്റ്റോറി എന്നുള്ള സിനിമ ഉണ്ടാക്കുന്നില്ലേ? നിങ്ങൾക്കാരുടെ അധികാരം തന്ന ഈ കേരള സ്റ്റോറി ഇടാനായിട്ട് ബോംബെയിലുള്ള ഒരുത്തം വന്ന് ഒരു സിനിമ ഉണ്ടാക്കിയിട്ട് അതിന് കേരള സ്റ്റോറി എന്ന് പേരിടുന്നു. എന്നിട്ട് രാജ്യത്ത് മുഴുവൻ പ്രധാനമന്ത്രി അതിന്റെ മാർക്കറ്റിംഗ് നടത്തുന്നു. നിങ്ങൾക്ക് എന്താ അവകാശമുള്ളത്? കേരള എന്റെ സംസ്ഥാനമാണ്, എന്റെ നാടാണ്. എന്റെ നാടിനെ കുറിച്ച് വർഗീയതയുമായിട്ട് ബന്ധപ്പെട്ട കഥയുണ്ടാക്കി സിനിമ ആക്കി കാശുണ്ടാക്കാനൊന്നും നിനക്കൊന്നും അറിയാറില്ല. നീയൊക്കെ ഏത് തരത്തിലുള്ള സിനിമ വേണേ ഉണ്ടാക്കിയോ, എന്ത് ക്രൈം വേണേ കാണിച്ചോ, പക്ഷേ കേരളത്തിൽ കയറി പിടിക്കണ്ട. കേരള എന്നുള്ള പേര് വേണ്ടതേ, നീ വേറെന്തെങ്കിലും പേരിടുന്നേ. അപ്പോൾ നിനക്ക് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉണ്ടാക്കിയ ഒരു സ്ട്രാറ്റജി അല്ലേ കേരള സ്റ്റോറി എന്നുള്ള പേരിട്ടത്? കേരളത്തിൽ മാത്രം മുസ്ലിം ഉള്ളൂ, അല്ലെ കേരളത്തിൽ മാത്രമേ മുസ്ലിങ്ങൾ IS പോകുന്നുള്ളൂ, അല്ലെങ്കിൽ മതമാറ്റം നടക്കുന്നുള്ളൂ? എല്ലാ സംസ്ഥാനങ്ങളിലും നടക്കുന്ന ഒരു കാര്യമല്ലേ ഇതൊക്കെ? അതിന് പിന്നെ കേരള സ്റ്റോറി എന്ന് മാത്രം പേരിടേണ്ട ആവശ്യം എന്താണ്? കേരളത്തിന് പുറത്തുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ അറിയാം എന്തുമാത്രം ഇൻസൾട്ട് ആവുന്നുണ്ടെന്നുള്ള കാര്യം. ഓരോരുത്തരും വന്നിട്ട് വളരെ ഭയത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയൊക്കെ ചോദിക്കുക, എന്താ ഇതൊക്കെയാണോ കേരളത്തിൽ നടക്കുന്നത്? നിങ്ങളുടെ അവിടെ സ്ത്രീകൾക്ക് സുരക്ഷയൊന്നും ഇല്ലേ എന്നാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ആളുകൾ ചോദിക്കുന്നത്. ഇതാരുണ്ടാക്കിയ പേരുദോഷമാണ്? ഈ സിനിമ മൂലം, അതായത് കേരള സ്റ്റോറി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സിനിമ ഉണ്ടായപ്പോൾ ഉടലെടുത്ത ഒരു പ്രശ്നമാണ്. ഇപ്പൊ അതിന്റെ 2ാം പാർട്ടോട് വരുന്നു. ആരെ കളിയാക്കാനായിട്ടാണ്?